ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ബീഫ് കറിയെ വെല്ലുന്ന ഒരു മീൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഞാനതിനെ ഒരു ചൂര മീൻ എടുത്തിട്ടുണ്ട്. ഇവിടെ അതിനെ മുറിച്ച് വൃത്തിയാക്കി കൊണ്ടുവരാം. ഞാനത് പകുതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനാവശ്യമായ മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് നമുക്ക് 2 തക്കാളി, 2 സവോള, കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഇത്രയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. സവാള ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തക്കാളി, ചെറിയ ഉള്ളി, ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവോളയും പച്ചമുളക്, തക്കാളി, ചെറിയ ഉള്ളി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ മസാല എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഇടുമ്പോൾ പറഞ്ഞു തരാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് പുളി. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇച്ചിരി വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ സവാള അനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലോട്ട് ഞങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് വഴറ്റണം. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഇച്ചിരി വഴണ്ട് വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ നല്ലവണ്ണം ഒന്ന് വഴണ്ട് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി, ചെറിയ ഉള്ളിയെല്ലാം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ടു, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം ഇതിലോട്ടൊന്നിട്ട് മിക്സാക്കി കൊടുക്കുക. ഞാനിതിൽ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്ന വീഡിയോ വിട്ടുപോയതാണ്. അതെല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലയ്ക്ക് ആവശ്യമായിട്ട്. നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. എല്ലാം നല്ലവണ്ണം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാല എല്ലാം ഇട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ്. ഇറച്ചിക്കറിക്കൊക്കെ ഞങ്ങൾ മസാല എടുക്കുന്ന അതേ രീതിയിലുള്ള മസാല എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടെ വഴണ്ട് വരുമ്പോൾ നല്ലൊരു ഇറച്ചിക്കറി വേവുന്ന അതേ ഒരു മണമാണ് വരുന്നത്. നിങ്ങൾ ക്യാപ്ഷൻ കണ്ട് കാണും, ബീഫ് കറിയെ വെല്ലുന്ന ചൂരക്കറിയെന്ന്. അപ്പോൾ അതേപോലെ അതേ മസാലയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. നല്ലവണ്ണം മസാല ഒന്ന് വഴണ്ടി കഴിഞ്ഞാൽ ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ മസാല എല്ലാം നല്ലൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവി കിട്ടും. ഇങ്ങനെ കുറച്ച് വെള്ളവും കൂടെ ഇട്ട് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഇത് 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ട്. നല്ല മസാലയൊക്കെ നല്ല മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് പുളി പിഴിഞ്ഞ് വെച്ചേക്കുന്ന വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. സാധാരണ ഇറച്ചിക്കറിയിൽ പുളി ഞങ്ങൾ ചേർക്കാറില്ല, പക്ഷേ ഇത് മീനായതുകൊണ്ടാണ് കുറച്ച് പുളി കൂടെ ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് മീൻ വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ മീനുള്ളത്, മസാലയുള്ളത്, അതനുസരിച്ച് വേകാൻ ആവശ്യമുള്ള വെള്ളം നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ ഉപ്പിട്ടിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. മീനൊന്ന് കറി റെഡിയായിട്ട് ചേർക്കാം. അപ്പോൾ ഞാൻ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഇതൊന്ന് ഇളക്കി വെക്കുക. ഇതൊന്ന് വെന്ത് കഴിഞ്ഞ് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇനി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. നല്ല തിള വന്നിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്.
അടപ്പ് ചെറുതായി പോയതുകൊണ്ട് ഞാൻ അടപ്പൊന്ന് മാറ്റുവാണ് അതിൻ്റെ. ഇപ്പോൾ ഏതാണ്ട് നല്ലവണ്ണം മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇച്ചിരി ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി കുറവായിരുന്നുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ. ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഇറച്ചിക്കറി വേവുന്ന ഒരു ഫീലൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇടുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമൊക്കെ വരും. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ഞാൻ അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ. മൂടി വെച്ച് ഒരു മിനിറ്റ് കൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇവിടെ മീൻ കറി ആയിട്ടുണ്ട്. നല്ലവണ്ണം തിളച്ച് ആ കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ വെന്ത ഒരു മണവും മീനും മസാലയും എല്ലാം കൂടെ നല്ലൊരു മണമാണ് വരുന്നത്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റാണ്, നല്ല രുചിയുള്ള മീൻ കറിയാണ്. നമുക്കിതൊരു മീൻ കറിയാണോ ഇറച്ചിക്കറിയാണോ എന്നുള്ളൊരു ഡൗട്ട് വരും. ആ രീതിക്കുള്ളൊരു കറിയാണ്. നമുക്കിത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം. നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരുപാട് കറിയായിട്ടല്ല എടുത്തേക്കുന്നത്. ഇപ്പം നല്ലൊരു ഗ്രേവിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫിനെ വെല്ലുന്ന മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ